എല്ലാവർക്കും നമസ്കാരം. CNN BHS UP വിഭാഗത്തിന്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റ് 3, അതായത് കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ, ഈ പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. 8ാമത്തെ ഭാഗമാണ് ആൾട്ടർനേറ്റീവ്സ്, മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് പറഞ്ഞു നിർത്തിയതാണ് നമുക്ക് ഇനി ഒരു മാർഗമുള്ളത് ബദൽ മാർഗങ്ങൾ തേടുക എന്നതാണ് എന്ന്. അതായത് ആൾട്ടർനേറ്റീവ്സ്, പകരമായി കൃഷിയിലേക്ക് പൂർണ്ണമായി ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് പകരം എന്ത് ചെയ്യാം എന്നത് ആലോചിക്കേണ്ട സമയമാണ് ഇത് എന്ന്. ഈ ടെക്നിക്കുകൾ, ഈ മാർഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമ്മൾ നോക്കിയതാണ് മണ്ണ് ആവശ്യമില്ലാത്തതും കുറവ് ഉപയോഗിക്കുന്നതുമായ കൃഷിരീതികൾ എന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പേര് മാത്രമായി നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അഗ്രികൾച്ചറൽ ടെക്നിക്സ് ദാറ്റ് യൂസ് നോ സോയിൽ ഓർ ലെസ് എമൗണ്ട് ഓഫ് സോയിൽ. 3 രീതികളാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്: ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. ഈ 3 രീതികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇവയിൽ ഓരോന്നും നമുക്ക് ഇനി വിശദമായി നോക്കാം. ഹൈഡ്രോപോണിക്സ്, ആ വാക്കിൽ തന്നെയുണ്ട് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്നെല്ലാം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അല്ലെ? അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഹൈഡ്രോ എന്ന വാക്ക്. ഹൈഡ്രോപോണിക്സ്, ജലത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പലരുടെയും വീട്ടിൽ മണി പ്ലാന്റ് എന്ന ഒരു ചെടി വെള്ളത്തിൽ, നിങ്ങൾ ചെറിയ കുപ്പിയിലൊക്കെ ആയി വെള്ളത്തിൽ നിങ്ങൾ വളർത്താറുണ്ടല്ലോ അല്ലെ? പലരുടെയും വീട്ടിൽ നമുക്ക് കാണാവുന്ന ഒന്നാണ്. ഇത് ഹൈഡ്രോപോണിക്സ് ആണ്. അതായത് ജലത്തിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ, മണ്ണ് ഇല്ലാതെ ജലത്തിൽ മാത്രമായി കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് എന്ന്. പക്ഷേ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോഴാണെങ്കിലോ ഒരു പാത്രത്തിൽ മാത്രമായി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ കുറച്ചുകൂടി വലിയ ഒരു ടാങ്കിലോ മറ്റോ ആയി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുമല്ലെങ്കിൽ നമുക്ക് PVC പൈപ്പുകൾ, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നീളത്തിലുള്ള PVC പൈപ്പുകളുടെ മുകളിൽ ദ്വാരമിട്ടിട്ട് അതിലൂടെ വെള്ളം ഒഴുകുവാനുള്ള സൗകര്യം ഇടുന്നു. ആ ദ്വാരത്തിലൂടെ ചെടികൾക്ക് വേരുകൾ മാത്രം ആയി ഈ വെള്ളത്തിൽ ചേരാനുള്ള, വെള്ളത്തിലൂടെ നിൽക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് വെള്ളത്തിൽ വെറുതെ ആ ചെടിക്ക് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ ചരൽ, വൈക്കോൽ തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ ചെറിയ ഒരു കപ്പ് പോലുള്ള ഒരു സാധനത്തിലാണ് ഇറക്കി വച്ചിരിക്കുന്നത്. കാരണം അത് സ്ഥിരമായി അവിടെ നിൽക്കണമല്ലോ, ആടിയുലഞ്ഞ് നിന്നാൽ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ദ്വാരമാണ് അതിലുള്ളത്. ആ പൈപ്പിലേക്ക് ചെടിയുടെ വേര് ഇറങ്ങി ചെല്ലുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും വീട്ടിലുള്ള കുപ്പികളെല്ലാം ഉപയോഗിച്ച്, ആവശ്യമില്ലാത്ത കുപ്പി, പ്ലാസ്റ്റിക് കുപ്പികൾ നമുക്ക് നമ്മുടെ നാടിന്, നമ്മുടെ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ പ്ലാസ്റ്റിക് കുപ്പികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെടികളെല്ലാം വളർത്തുവാനായി ഉപയോഗിക്കാം. അതിൽ സ്പോഞ്ച് ഉപയോഗിക്കാം നമുക്ക്. അതുപോലെ തന്നെ ചരൽ, കല്ലുകള് മറ്റും ഇതിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാവുന്ന കൃഷിയാണ് ഇത്. ഈ ഡയഗ്രത്തിൽ അതിന്റെ പ്രവർത്തനം പറയുന്നുണ്ട്. ചെടിയുടെ വേരിലൂടെ വെള്ളം ഒഴുകി പോവുകയാണ്. പല രീതിയിലും ചെയ്യാവുന്നതാണ് ഇത്. ഇന്റർനെറ്റിൽ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ അത് ഒരു പരിധി വിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഒട്ടനവധി ടോപ്പിക്കുകൾ നമുക്ക് എടുക്കുവാനുണ്ട്. കൂടുതൽ ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല. താല്പര്യമുള്ള കുട്ടികൾ ചെയ്തു നോക്കുക. ഇന്റർനെറ്റിൽ പോയി ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കുക. ഇതിൽ പല രാജ്യങ്ങളിലും വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്നത്. അവർ അതിൽ ഉരുളക്കിഴങ്ങ്, തക്കാളി എന്നു വേണ്ട പല വിധത്തിലുള്ള
ആഹാരത്തിന് ആവശ്യമായ പല വിധത്തിലുള്ള പച്ചക്കറികളും അവർ അതിൽ ചെയ്തെടുക്കുന്നതാണ് ഹൈഡ്രോപോണിക്സ് വഴി. അടുത്ത രീതി നമുക്ക് നോക്കാം, അക്വാപോണിക്സ്. അക്വേറിയം പലരുടെയും വീട്ടിലുണ്ടാകുമല്ലോ അല്ലെ? അങ്ങനെയുള്ളവർക്ക് ചെയ്തു നോക്കാവുന്ന ഒരു കൃഷി രീതിയാണ് അക്വാപോണിക്സ് എന്നത്. ആ പേരിൽ തന്നെയുണ്ട്, മത്സ്യത്തിനോടൊപ്പം കൃഷിയും ചെയ്യുക, മറ്റുള്ള പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്ന് ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മത്സ്യത്തിന് ആവശ്യമായ തീറ്റകൾ നമ്മൾ ഇട്ടുകൊടുക്കുന്നു. ഈ അക്വേറിയത്തിലെ ജലം ഒരു ട്രേയിൽ, മറ്റുള്ള ട്രേയിൽ വളരുന്ന ചെടികൾക്ക്, ഈ ചെടികളിൽ മണ്ണിലും വെക്കാം, ചെടികൾ മണ്ണിൽ വെക്കാം, അതുമല്ലെങ്കിൽ വെള്ളത്തിൽ മാത്രമായിട്ട്, ഹൈഡ്രോപോണിക്സിൽ വെക്കുന്നത് പോലെ വെള്ളത്തിൽ മാത്രമായിട്ട് വെക്കാം. ഇവിടെ ആദ്യത്തെ ഈ ചിത്രത്തിൽ, വലിയ ചിത്രത്തിൽ നമുക്ക് കാണാം ചരലുകളും മണ്ണിലുമാണ് ആ സസ്യങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം അല്ലെ? അപ്പോൾ ഈ മത്സ്യങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ ചേർന്നിട്ടുള്ള ഈ വെള്ളം ഈ ചെടികൾക്ക് വളമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനു പുറമെ ഈ വെള്ളം ചെടികളുടെ വേരുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൽ വായു സഞ്ചാരം ഉണ്ടാവുകയും ആ വെള്ളം വീണ്ടും ശുദ്ധമായി വീണ്ടും ഈ ടാങ്കിലേക്ക് തന്നെ, അതായത് ഈ ഫിഷ് ടാങ്കിലേക്ക് തന്നെ, മത്സ്യ ടാങ്കിലേക്ക് തന്നെ തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി തനിയെ ഈ വെള്ളം ശുദ്ധീകരിക്കുകയും വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കലരുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് അക്വാപോണിക്സിന്റെ പ്രവർത്തന തത്വം. പല രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അതായത് നമുക്ക് ചെടികൾ വയ്ക്കുവാനായി കൂടുതൽ സ്ഥലം ആവശ്യമില്ല, കുത്തനെ നിർത്തി നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന്. അതായത് ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ചെടികളുടെ വേരുഭാഗം മാത്രമായി മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുക. മണ്ണിലുമാകാം, ഗ്രോ ബാഗുകളിലും ആവാം. ചെടികളുടെ വേരുഭാഗം നമ്മൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തി മറ്റുള്ള ഭാഗങ്ങൾ, അതായത് പടരുവാനായുള്ള സാഹചര്യം മുളകൾ കെട്ടിവെച്ചും അതുപോലെ തന്നെ നെറ്റ്, വില കുറഞ്ഞ തരത്തിലുള്ള വലകൾ കെട്ടിയും അവയ്ക്ക് പടരുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. പലതരത്തിലുള്ള ഹോട്ടലുകളിലെല്ലാം നമുക്ക് പോകുമ്പോൾ കാണാവുന്നതാണ് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. ചെടികൾ കൃഷി എന്നുള്ള രീതിയിലല്ല, ഭംഗിക്ക് വേണ്ടി പലതരത്തിലുള്ള ചെടികളും അവിടെ വച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നമുക്കും നമ്മുടെ വീടുകളിൽ ചെയ്യാം. ഇത് മാത്രമല്ല, ഈ ചിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, ഈ വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങിന് ഒരു നല്ല ഒരു ഉദാഹരണം, കൊച്ചി മെട്രോയിലെ യാത്ര ചെയ്യാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ മെട്രോയുടെ പില്ലറുകളില് വലിയ വലിയ പില്ലറാണ് അതിന് താഴെ കാണുന്നത്. ആ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള നെറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നത് പോലെ കാണാം. അതിനിടയിലൂടെ ചെടികൾ വളരുന്നത് കാണാം. അപ്പോൾ അതും ഒരു തരത്തിൽ പറഞ്ഞ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ആണ്. അതായത് പടർന്ന് വളരാതെ, കൂടുതൽ സ്ഥലം ഉപയോഗിക്കാതെ, കുറവ് സ്ഥലം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറം നാടുകളിലൊക്കെ ഇത് വളരെയധികം പ്രചാരത്തിലായിട്ടുണ്ട്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, പലതരത്തിലുള്ള ട്രേകൾ പോലുള്ള സ്ഥലത്താണ്, പല ട്രേകളായി അടുക്കി വച്ച സ്ഥലത്ത് അവിടെ അതിനു വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ പരിചരണവും, അതായത് വെള്ളവും വളവും എല്ലാം കൊടുത്താണ് പുറം നാടുകളിൽ അവർ സ്ഥലം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ 3 തരങ്ങളാണ് നമുക്ക് കുറവ് മണ്ണ് ഉപയോഗിച്ചുള്ള കൃഷി രീതികൾ. അപ്പോൾ ഇന്നത്തെ തലമുറയില്, അതുപോലെ തന്നെ ഇന്നത്തെ എല്ലാ വീടുകളിലും എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്തു നോക്കാവുന്ന 3 തരത്തിലുള്ള കൃഷി രീതികളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്: ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, ഒപ്പം തന്നെ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. ഇത് കൂടാതെ
മട്ടുപ്പാവ് കൃഷി, ഇതും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. മറ്റു മൂന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് പോലും മട്ടുപ്പാവ് കൃഷി, അതായത് ടെറസുകളിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഗ്രോ ബാഗുകളിൽ വയ്ക്കാം, അതുമല്ലെങ്കിൽ ചെടിച്ചട്ടികളിൽ വയ്ക്കാം. ഇനി ഇതാ അതിന് വലകളെല്ലാം കെട്ടി നല്ല ഭംഗിയായി നമുക്ക് മട്ടുപ്പാവ് കൃഷി ചെയ്യാവുന്നതാണ്. മട്ടുപ്പാവ് കൃഷിക്കും വെള്ളം വളരെ കുറവ് മതിയാവും. കാരണം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം മണ്ണിൽ നട്ട ഒരു ചെടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ചെടിക്ക് പെട്ടെന്ന് തന്നെ അത്ര അധികം വെള്ളം ആഗിരണം ചെയ്യുവാനായി, അബ്സോർബ് ചെയ്യുവാനായി സാധിക്കില്ല. ബാക്കിയുള്ള വെള്ളം മുഴുവനും ആ ഭൂമിയാണ് വലിച്ചെടുക്കുന്നത്. അതേസമയം മട്ടുപ്പാവ് കൃഷിയിൽ എന്താണ് ഉണ്ടാവുന്നത്? ഗ്രോ ബാഗുകളിലാക്കിയാണ് നമ്മൾ വെക്കുന്നത്, അല്ലെ? അപ്പോൾ അതിൽ വരുന്ന കൂടുതൽ സ്ഥലത്ത് ആ വെള്ളം പടരേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിൽ തന്നെ കൂടുതൽ നേരം അവിടെ തന്നെ നിലനിന്നുകൊള്ളും. അപ്പൊ അതുകൊണ്ട് വളരെ കുറവ് വെള്ളം മാത്രം മതി. മാത്രവുമല്ല, മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിരിക്കും മട്ടുപ്പാവ് കൃഷിയിൽ. മട്ടുപ്പാവ് കൃഷിയുടെ കുറച്ചുകൂടി നമുക്ക് ചിത്രങ്ങൾ ഇവിടെ കാണാം. ഒരു ഫാമിലിക്ക്, ഒരു കുടുംബത്തിന് വേണ്ടുന്ന രീതിയിലുള്ള എത്രത്തോളം ഒരു ചെറിയ കുടുംബത്തിന് വേണ്ട പച്ചക്കറി മുഴുവനും നമുക്ക് മട്ടുപ്പാവ് കൃഷിയിലൂടെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. വാഴ പോലും മട്ടുപ്പാവ് കൃഷിയിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് കൃഷി ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ചെറിയ തോതിലുള്ള വാഴകളെല്ലാം നമുക്ക് ചാക്കുകളിൽ മണ്ണ് വച്ച്, കാരണം കൃത്യമായി വെള്ളവും വളവും കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വാഴ പോലും നമുക്ക് മട്ടുപ്പാവ് കൃഷിയിൽ നടത്താം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് മണ്ണ് വളരെ കുറവ് ഉപയോഗിക്കുന്ന കൃഷി രീതികളാണ്, അല്ലെ? ഒന്നുകിൽ മണ്ണ് ഇല്ലാത്ത കൃഷി രീതി, അതല്ലെങ്കിൽ മണ്ണ് വളരെ കുറവ് ഉപയോഗിക്കുന്ന കൃഷി രീതി. ഇനി മണ്ണ് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, പുതിയ രീതിയിലുള്ള നൂതനമായ കൃഷി രീതികൾ ഇന്ന് നിലവിലുണ്ട്. നമ്മൾ പരമ്പരാഗതമായി കൃഷി ചെയ്ത രീതിയല്ല, മോഡേൺ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കൂടുതൽ വിളവ് നമുക്ക് നേടിത്തരാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അവ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. 3 തരത്തിലുള്ള പുതിയ കൃഷി രീതികളെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേതാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയും, ഹരിതഗൃഹ കൃഷി. രണ്ടാമത്തേത് കൃത്യത കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. മൂന്നാമത്തേത് ഫെർട്ടിഗേഷൻ എന്ന രീതിയാണ്. ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കാം ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഈ കൃഷി രീതി കൂടുതൽ പ്രചാരത്തിലുള്ളത് വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ തണുപ്പ് കൂടിയാൽ എന്തുണ്ടാകും? വിളകൾ നശിച്ചു പോകും, അല്ലെ? ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായി പ്രത്യേകമായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ, അതായത് എപ്പോഴെങ്കിലും സൂര്യൻ പുറത്തേക്ക് വരികയാണെങ്കിൽ സൂര്യപ്രകാശം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലെ? സൂര്യപ്രകാശം എന്നുള്ളത്, സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ അത് ഈ വിളകൾക്ക് ലഭിക്കണം എന്നുള്ള രീതിയിലാണ് സ്ഫടിക മേൽക്കൂര വയ്ക്കുന്നത്. സ്ഫടികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഫൈബറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള മേൽക്കൂരയുള്ള മുറികളിലാണ് ഇവയെ വളർത്തുന്നത്. പുറം നാടുകളിലാണ് ഇത് കൂടുതലായി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു മിതശീതോഷ്ണമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് വരുന്നത്. അത്രയധികം ഒരു തണുപ്പ് വരുന്നില്ല. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇത് AC ഒക്കെ വെച്ചിട്ടുള്ള ഈ റൂമുകളിലാണ്, വലിയ മുറികളിലാണ് ഇവ വളർത്തുന്നത്. AC എന്തിനാണ് വയ്ക്കുന്നത്? ACക്ക് 2 രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് എയർ കണ്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് തണുപ്പ്
ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് തണുപ്പിക്കാം മുറി. അതുപോലെ തന്നെ വളരെയധികം തണുപ്പ് കൂടുതലുള്ള സമയത്ത് അത് ഒന്ന് കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, സ്വീഡൻ ഒക്കെ പോലെയുള്ള നാടുകളിൽ ഒരു -20°C ഒക്കെയാണ് അവിടുത്തെ കാലാവസ്ഥ. അതായത് 0°C ആണ് ഒരു ഐസ് ആവാനുള്ള ടെമ്പറേച്ചർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. 0° ആണ് ഐസ് ആവാൻ വേണ്ടത്. അതിനും 20° കുറവാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ AC എപ്പോഴാണ് ഉപയോഗിക്കുക? അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കത്തക്ക രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ, ഒരു 16 മുതൽ അങ്ങോട്ടേക്കുള്ള ടെമ്പറേച്ചർ 16°C ഒക്കെ മുതലുള്ള ടെമ്പറേച്ചറിലേക്ക് നിൽക്കാനായിട്ട് വേണ്ടിയാണ് ഈ AC ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ AC ഒക്കെ വെച്ചിട്ടുള്ള സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വിളകളെ വളർത്തുന്നു. കൃഷി ചെയ്യുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്കൊന്ന് നോക്കാം. ഇൻ സിവിയർലി കോൾഡ് റീജിയൻസ്, വളരെയധികം തണുപ്പുള്ള പ്രദേശത്ത്, ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഗ്ലാസ് റൂഫ്ഡ് റൂംസ്. ഗ്ലാസ് കൊണ്ടുള്ള റൂഫ് എന്നാൽ മേൽക്കൂര, ഗ്ലാസ് റൂഫ്ഡ് റൂംസ്, in order to protect them, അവയെ സംരക്ഷിക്കാനായി. This method is known as greenhouse farming. നമുക്ക് അവയുടെ കുറച്ച് ചിത്രങ്ങൾ ഇനി കാണാം. ഇത് വലിയ തോതിൽ നടത്തിയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഫാമിംഗ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കൃഷി രീതി നമുക്ക് നോക്കാം. കൃത്യത കൃഷി. ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ, കൃത്യമാണ്. പ്രിസിഷൻ ഫാമിംഗ്, പ്രിസൈസ് ആണ്. അതായത് ഓരോ പ്രദേശത്തെയും മണ്ണിനങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഓരോ വിളയ്ക്കും ഓരോ ചെടിക്കും ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെയും വളത്തിന്റെയും ഒക്കെ അളവ് വ്യത്യസ്തമാണ്. ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ തക്കാളി, നമ്മുടെ നല്ല മഴക്കാലത്ത് തക്കാളി നല്ല രീതിയിൽ വിളവ് തരികയില്ല. അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ഏത് തരത്തിലുള്ള കൃഷിയാണ്, ഏത് തരത്തിലുള്ള ചെടിയാണ്, വിളയാണ് നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് ഓരോ സമയത്തും, ആ മുത്ത് മുളയ്ക്കുന്ന സമയത്ത്, പൂവിടുന്ന സമയത്ത്, വളരുന്ന സമയത്ത്, കായ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒക്കെ ആവശ്യമായ വെള്ളത്തിന്റെയും വളത്തിന്റെയും അളവ് വ്യത്യസ്തമാണ്. ഇത് മാത്രമല്ല, ഓരോ സ്ഥലത്തെയും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പോഷക മൂല്യത്തിനും വ്യത്യാസമുണ്ടാവും അല്ലെ. അപ്പോൾ ഇതെല്ലാം കൃത്യമായി നോക്കി കൃത്യമായ അളവിൽ മണ്ണില് ഏത് ഘടകമാണ്, നൈട്രജൻ കുറവുള്ള മണ്ണിന് നൈട്രജൻ ഇടുന്നു. അങ്ങനെ വളത്തിന്റെ ഏത് ഭാഗമാണ്, വളത്തിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടാവുമല്ലോ, പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ആ മണ്ണില് ഏതിന്റെയാണ് കുറവുള്ളത്, അത് ഈ വിളയ്ക്ക് അത്യാവശ്യമെങ്കിൽ അത് മാത്രം കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ അളവ്, ആവശ്യത്തിനുള്ള വളം കൊടുക്കുന്നു. ഇങ്ങനെ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് ഇത് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലത്തും കൃത്യത കൃഷി പ്രയോജനപ്പെടുത്താമെന്നാണ് പറയുന്നത്. നീർവാർച്ച എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, പിന്നെ നല്ല സൂര്യപ്രകാശവും ലഭിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കൃത്യത കൃഷി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഒന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് ആഡിക്വറ്റ് കെയർ. ആഡിക്വറ്റ് എന്ന് വെച്ചാൽ ആവശ്യമായ പരിചരണം. വാട്ടർ, മാന്യൂർ എക്സെട്ര, വെള്ളവും മാന്യൂർ വളവുമെല്ലാം. ഫോർ ഈച്ച് ക്രോപ്പ്, ഓരോ വിളയ്ക്കും, ആൻഡ് സോയിൽ ടൈപ്പ്, ഓരോ മണ്ണിന്റെ ഇനത്തിനും, പ്രിസൈസ്ലി അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. പ്രിസൈസ് എന്ന് വെച്ചാൽ കൃത്യമായി, പ്രിസൈസ് എന്നാൽ കൃത്യമായി എന്നർത്ഥം. അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്, ഓരോ ഘട്ടത്തിലും. നേരത്തെ പറഞ്ഞുവല്ലോ, പൂവിടുന്ന സമയത്ത്, പൂവിടുന്ന സ്റ്റേജില്, വിത്ത് മുളയ്ക്കുന്ന സ്റ്റേജ്, ഇങ്ങനെ പല സമയത്തും ആവശ്യമായ രീതിയിൽ നൽകുന്നു. Any region having ample sunlight, ആവശ്യത്തിന് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും, ആൻഡ് വെൽ ഡ്രെയിൻഡ് സോയിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ, നീർവാർച്ച, വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, വാർന്ന് പോകണം, ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകരുത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിസിഷൻ ഫാമിംഗ്. ഇനി ഇതിന്റെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഇതാ
വെള്ളം പാഴായി പോകാതെ എല്ലാ ചെടികൾക്കും ലഭിക്കത്തക്ക രീതിയിൽ ഇവിടെ ചെയ്തിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ എന്നുള്ള ഒരു മെത്തേഡ് വഴിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കറങ്ങും ഈ ഒരു ചെറിയ ഒരു ഉപകരണമാണ് അവിടെ പിടിപ്പിച്ചിരിക്കുന്നത്, വെള്ളത്തോട് അടുപ്പിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ആ വെള്ളത്തിന്റെ ശക്തിയിൽ അത് കറങ്ങും. അങ്ങനെ എല്ലാ ദിക്കിലും ഈ വെള്ളം ലഭിക്കുന്നു. അതും ഒരുപാട് വെള്ളമായിട്ടല്ല കിട്ടുക, വളരെ കുറച്ച്, അത് ചിതറി തെറിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ലഭിക്കുന്നു. മാത്രവുമല്ല വെള്ളം പാഴായി പോകുന്നില്ല. അവിടെ ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് അത് പ്രവർത്തിപ്പിക്കാവുന്നതും ഒക്കെയാണ്. ഇനി ഇതാ കുറച്ചുകൂടി വലിയ ഈ കൃത്യത കൃഷി വളരെയധികം നല്ല രീതിയിൽ നടക്കുന്നത് നമ്മുടെ ഫോറിൻ നാടുകളിലൊക്കെയാണ്. അപ്പോൾ കൃത്യമായ വെള്ളവും വളവും എല്ലാം പ്രത്യേക രീതിയിലുള്ള മെഷീനുകളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കുക. ഇവിടെ കണ്ടോ, ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച്, ഡ്രോൺ നമ്മൾ വിവാഹ പാർട്ടികളിലൊക്കെ ഡ്രോൺ ക്യാമറ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ. ഈ ഡ്രോൺ എന്നുള്ള ഈ ഒരു ഇൻസ്ട്രുമെന്റ്, ഈ ഒരു ഉപകരണം അതിന് മാത്രമായല്ല ഉപയോഗിക്കുന്നത്. ഡ്രോൺ കൊണ്ട് ഈ പാടശേഖരങ്ങളായാലും ശരി, കൃഷിയിടങ്ങളിൽ പോയി നോക്കി അവിടെ എത്രത്തോളം സൺലൈറ്റ്, എത്രയാണ് അവിടുത്തെ ഊഷ്മാവ്, താപനില എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണ് എന്ന് നോക്കി, അവിടുത്തെ മണ്ണിന്റെ അവസ്ഥ നോക്കി, ചെടികൾക്ക് ഏതാണ് ആ ചെടികളുടെ ഘട്ടം, വളർച്ചാ ഘട്ടം എന്താണ് എന്ന് നോക്കി ഈ ഡ്രോൺ കൊണ്ട് കൃത്യമായി നമ്മൾ തീരുമാനിച്ച് ഇത്ര അളവ് ഇന്ന സാധനങ്ങൾ കൊടുക്കണമെന്ന് തീരുമാനിച്ച് ഡ്രോൺ കൊണ്ട് അത് അവിടേക്ക് കൃത്യമായി എത്തിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇവിടെയും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ചിത്രത്തിലൂടെ. അപ്പോൾ ഇതൊക്കെ വളരെ നൂതനമായ കൃഷി രീതികളാണ്. വളരെയധികം അതില് ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ കൃത്യത കൃഷിയിൽ നടക്കുന്നത്. അടുത്തതായ ഒന്ന് ഫെർട്ടിഗേഷൻ എന്നതാണ്. ഇത് നിങ്ങൾ കുറച്ചുകൂടി കണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഫെർട്ടിഗേഷൻ എന്നാൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡ്രിപ്പ് എന്നാൽ എന്താ? തുള്ളി തുള്ളിയായി വെള്ളവും വളവും കണികാരൂപത്തിൽ, തുള്ളികളുടെ രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനെ ഫെർട്ടിഗേഷൻ എന്നുള്ള വാക്ക് വളരെ കുറവാണ് ഉപയോഗിക്കാറ്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ, ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന രാസവളങ്ങളാണ്. വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് ഇവ വേഗത്തിൽ വലിച്ചെടുക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത്. മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്കാണ്. രാസവളം അത്ര നല്ലതല്ല എന്ന് നമ്മൾ പറയാറുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുക. ജൈവ വളങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമയത്ത്. പക്ഷെ ഫെർട്ടിഗേഷനിൽ നമ്മൾ നേരിട്ട് വളങ്ങളൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. പകരം രാസവളങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് ആ വെള്ളത്തിലൂടെ തന്നെയാണ് ഫെർട്ടിഗേഷനിൽ കൊടുക്കുന്നത്. ഇംഗ്ലീഷിൽ ഒന്ന് നോക്കാം. ഫെർട്ടിഗേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് വാട്ടർ ആൻഡ് മാനുവർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. തുള്ളി തുള്ളിയായി കൊടുക്കുകയാണ്. ആസ് ദ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ആർ കംപ്ലീറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ, ദ പ്ലാന്റ്സ് ക്യാൻ ഫാസ്റ്റ് അബ്സോർബ് ദം ഫാസ്റ്റ്ലി. അതിനെ വേഗം വലിച്ചെടുക്കാനായിട്ട്, ആഗിരണം ചെയ്യുവാനായിട്ട് ഇതിന് സാധിക്കും എന്നാണ് പറയുന്നത്. ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ ചെറിയ ചെടികളാണ് കാണുന്നത്. ഈ ചെറിയ പൈപ്പുകൾ പോലിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ തുള്ളി തുള്ളിയായി ആ ചെടിക്ക് വെള്ളം ലഭിക്കുന്ന രീതിയിൽ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, വെള്ളം വളരെയധികം പാഴാക്കുന്നുണ്ട് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കൃഷിക്ക് വേണ്ടി വളരെയധികം വെള്ളം പാഴാകാതെ വളരെ കുറച്ച് വെള്ളത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന ഒരു കൃഷി രീതി. പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ ലഭ്യമാണ്. അതില് 2 തരത്തിലുള്ള ഉപകരണങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാടുകളിൽ വളരെ കുറവാണ്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മുഴുവൻ സമയവും കൂടുതൽ നേരം ചെടിയുടെ കടയുടെ അവിടെ, ചെടിയുടെ വേരിന് സമീപമായിട്ട് ജലാംശം നിലനിർത്താനായിട്ട് ഈ ഡ്രിപ്പ് ഇറിഗേഷന് സാധിക്കും. അത് വളരെ നല്ലതുമാണ്. ആ ചെടി എപ്പോഴും നല്ല
ഉത്സാഹത്തോടുകൂടി എപ്പോഴും നല്ല രീതിയിലായി ഇരിക്കുവാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ 2 തരത്തിലുള്ള കൃഷി രീതികൾ കണ്ടു. അതായത് നമുക്ക് കൃഷിയിലേക്ക് മടങ്ങി പോകുന്നതിനായി ഒന്നുകിൽ മണ്ണ് കുറവ് അല്ലെങ്കിൽ മണ്ണ് ഇല്ലാതെയുള്ള കൃഷി രീതി, ഇനി ഇതുമല്ലെങ്കിൽ നൂതനമായ മോഡേൺ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഇവ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇതിനെല്ലാമായി സർക്കാർ പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതിൽ ഒന്നാണ് VFPCK എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള എന്നാണ് VFPCKയുടെ ഒരു മുഴുവൻ പേര്. ഇത് ജനങ്ങളെ കൃഷി ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുന്ന സ്കീമുകളാണ് ഇതിലുള്ളത്. സർക്കാർ തലത്തിലുള്ള ഒരു സ്കീമാണ് ഇതിൽ ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് ഹോർട്ടിക്കൾച്ചർ മിഷൻ ആണ് ഇത്. ഇതിന്റെ പ്രധാന പ്രവർത്തനം എന്നത് പഴങ്ങളും പച്ചക്കറികളും സുഗന്ധ വ്യഞ്ജനങ്ങൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഇവയുടെയൊക്കെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി കുടുംബശ്രീ നിങ്ങൾക്ക് പരിചിതമാണ്. കുടുംബശ്രീ, അതുപോലെ തന്നെ കൃഷി വകുപ്പ്, നമ്മുടെ സർക്കാരിന്റെ കൃഷി വകുപ്പും ഇവരെല്ലാം തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്ന സ്കീമുകള് അതുപോലെ തന്നെ പദ്ധതികള് എല്ലാമാണ് ഇത്. ഇവയുടെ പേരുകൾ നോക്കി വെക്കുക. VFPCK സർക്കാരിന്റെ പ്രോത്സാഹനമാണ് എന്ന് ഓർക്കുക. ഹോർട്ടിക്കൾച്ചർ മിഷൻ അല്ലെങ്കിൽ ഹോർട്ടികോർപ്പ് എന്നത് ചിലപ്പോൾ ചോദ്യം വരിക എങ്ങനെയാണ്, തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മിഷൻ ഏതാണ് എന്ന് ചോദിക്കും. ഹോർട്ടികോർപ്പാണ് അതിന് ഉത്തരം. അപ്പോൾ ഇതുപോലെയുള്ള ഉള്ളിൽ നിന്നുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ്. ചർച്ചാ സൂചകങ്ങളാണ്. കാർഷിക സംസ്കാരം വീണ്ടെടുക്കാനായിട്ടുള്ള ബദൽ മാർഗങ്ങളാണ് അല്ലെ നമ്മളിവിടെ കണ്ടത്. ഇന്ന് നമുക്കൊന്ന് ക്രോഡീകരിച്ച് നോക്കാം. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക. ഇതിലൂടെ ജൈവ മാലിന്യങ്ങളെ കൃഷിക്ക് ഉപയുക്തമാക്കുക. എവിടെയാണോ മാലിന്യം ഉണ്ടാകുന്നത്, നമ്മുടെ വീട്ടിലാകട്ടെ സ്കൂളിലാകട്ടെ എവിടെയാണോ ഉണ്ടാകുന്നത് ആ ഉണ്ടാകുന്ന സ്ഥലത്തിൽ തന്നെ അത് സംസ്കരിക്കുക. അങ്ങനെ ആ ജൈവ മാലിന്യങ്ങളാകാതെ കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളെ 2ആയി തരംതിരിക്കുക. അഴുകി പൊടിയുന്നവ, അതായത് മണ്ണിനോട് ചേരുന്നവ, ജൈവം അല്ലാത്തവ, ജൈവം അജൈവം എന്നിങ്ങനെ 2ആയി തരംതിരിച്ച് നമുക്ക് നിക്ഷേപിക്കുകയും അഴുകി പൊടിയുന്നവ ഉപയോഗിച്ച്, അതായത് ജൈവ മാലിന്യം ഉപയോഗിച്ച് ജൈവ വളം ഉണ്ടാക്കുകയും ചെയ്യുക എന്നത്. ഇനി ആ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്തുകൂടി ചെയ്യാം? മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കാവുന്നതാണ്. ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഒപ്പം നമ്മൾ എന്തും ചെയ്യണം? പ്രകൃതി സൗഹൃദപരമായ കൃഷി പ്രോത്സാഹിപ്പിക്കുക. പ്രകൃതിയെ നോവിക്കാത്ത രീതിയിലുള്ള കൃഷി, അതായത് നമ്മുടെ രാസവളങ്ങളും രാസകീടനാശിനികളും ഒന്നും ഉപയോഗിക്കാതെ പ്രകൃതിക്ക് ദോഷകരമില്ലാത്ത രീതിയിൽ ഉള്ള കൃഷിയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇതിനു വേണ്ടിയുള്ള സർക്കാരിന്റെ പ്രോത്സാഹനങ്ങളും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുവാനായി ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്രോഡീകരണമായി തന്നിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലുള്ള ഈ ചിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഓരോ കുട്ടികള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതുപോലെ മാതൃകകളായി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അവർ അവരുടെ അടുക്കള തോട്ടം ഉണ്ടാക്കിയത് എന്നുള്ളതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചെറിയ കുറിപ്പുകളിലായി തന്നിട്ടുണ്ട്. ചാക്കുകളിലും ടിന്നുകളിലും നിങ്ങളുടെ വീടുകളിലൊക്കെ അടുത്തിടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ചാക്കുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പെയിന്റിന്റെ എല്ലാം ടിന്നുകള്, മറ്റുള്ള പഴയ ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള
കുറച്ച് ദ്വാരങ്ങൾ വീണതായാലും നമുക്ക് കുഴപ്പമില്ല. അതുപോലുള്ള പ്ലാസ്റ്റിക് ടിന്നുകളും ഇതെല്ലാം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന, പ്രകൃതിക്ക് ദോഷമാക്കി നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കും. അങ്ങനെയുള്ള മാതൃകകളാണ് നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിൽ കാണാവുന്നത്. ഇനി കർഷക ദിനം എന്നൊന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പല ദിവസങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? പക്ഷെ കർഷക ദിനം കേൾക്കാൻ സാധ്യത കുറവാണ്. ചിങ്ങം 1-ാം തീയതിയാണ് എല്ലാ വർഷവും. നമ്മുടെ കൊല്ലവർഷം മലയാള മാസം ഉണ്ടല്ലോ, മലയാള മാസം ചിങ്ങമാസം 1-ാം തീയതിയാണ് കർഷക ദിനമായി ആചരിക്കുന്നത്. കൃഷിയെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള, അതായത് കൃഷിയിലേക്ക് നമുക്ക് മടങ്ങി പോകേണ്ടതാണ് എന്നുള്ള ഒരു അവബോധം കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാക്കുക എന്നതാണ് കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി കൃഷിയിലേക്ക് തിരികെ പോകണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ആ തിരികെ പോകുന്നതിന് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത്, എന്തൊക്കെ മേന്മകൾ നമുക്ക് പറയാം, ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനഫിറ്റ്സ് ഓഫ് റിട്ടേണിംഗ് ടു അഗ്രികൾച്ചർ. ഇംപ്രൂവ്ഡ് ഹെൽത്ത് ബൈ അഗ്രികൾച്ചറൽ വർക്ക്സ്. കൃഷിപ്പണി ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. നമുക്ക് ഇന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ദേഹാധ്വാനം വളരെ കുറവാണ്. ഇരുന്നിട്ടുള്ള പണികളാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലുള്ള എല്ലാ പണികളും വളരെ ലാഭകരമാക്കിയിരിക്കുകയാണ് പുതിയ മിക്സി, ഗ്രൈൻഡർ പോലുള്ള എല്ലാ ഉപകരണങ്ങളും അല്ലെ? അപ്പോൾ ഈ കൃഷി പണികൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലാഭം ആയിട്ട് നമുക്ക് പറയാവുന്നത്. മറ്റൊന്ന് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്നുകൂടി അവിടെ ചേർക്കുക. വളരെ പുതുമയുള്ള പച്ചക്കറികളും പഴങ്ങളും നമുക്ക് ലഭിക്കുന്നു. നമുക്ക് നമ്മുടെ വീടിന്റെ അടുക്കള തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടെറസ് ഗാർഡനിൽ നിന്ന് കൃത്യമായി നമ്മൾക്ക് അപ്പോൾ ഉള്ള നല്ല പഴങ്ങളും പച്ചക്കറികളും ഫ്രഷായി നമുക്ക് പറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പോയിസൺ ഫ്രീ വെജിറ്റബിൾസ് എന്താണത്? വിഷമുക്തമായ പഴങ്ങളും പച്ചക്കറികളും. പുറം നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ പഴങ്ങളും പച്ചക്കറികളും എങ്ങനെയാണ് ഇത്രയും നാള് കേടുകൂടാതെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ ഇരിക്കുന്നത്? അവ വിഷം മുക്കിയിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്, കറിവേപ്പിലയിൽ പോലും ഒരുപാട് ചായം മുക്കി, അതുപോലെ തന്നെ വിഷം മുക്കി, കേടുവരാതെ സൂക്ഷിക്കാനുള്ള വിഷം മുക്കി കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ കഴിക്കാറുണ്ടാവുമല്ലോ നിങ്ങൾ. ചില തരത്തിലുള്ള വില പിടിച്ച ആപ്പിളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതുമ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കാണാം. ആ സ്റ്റിക്കർ പതിയെ നിങ്ങൾ ഒന്ന് അടർത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചില ഇതിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു സിറിഞ്ചിന്റെ അടയാളം പോലെ കാണാം. പലതിലും സിറിഞ്ച് വഴി ഈ വെജിറ്റബിൾസിന്റെയും പഴങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് കേട് വരാതെ ഇരിക്കുവാനുള്ള മരുന്നുകള് കുത്തിവെച്ചിട്ടാണ് ഈ വരുന്നത്. ആ കുത്തിവെച്ച ഭാഗം കാണാതിരിക്കാനാണ് നല്ല ഭംഗിയിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ച് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അതുപോലെ തന്നെ പല തരത്തിലുള്ള പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും, എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ്. ക്യാരറ്റിലും അതുപോലെ തന്നെ പച്ച നിറത്തിലൊക്കെയുള്ള പച്ചക്കറികളിലെല്ലാം തന്നെ ചായവും നല്ല നിറം കിട്ടാൻ കോവയ്ക്ക പോലുള്ള സാധനങ്ങളിലെല്ലാം ചായം മുക്കിയിട്ടാണ് വരുന്നത് എന്നാണ്. നമ്മൾ നന്നായി കഴുകിയാൽ അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, മാനസിക സംതൃപ്തി. നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങൾ ഒരു വെണ്ടത്തായി നട്ട് അതിൽ വെണ്ടയ്ക്ക ഉണ്ടായി കഴിഞ്ഞ് അത് പൊട്ടിച്ച് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ കുഞ്ഞിനെ പോലെ പരിചരിച്ച് കൊണ്ടുവന്ന നമ്മുടെ ആ ചെടിയിലുണ്ടായ സാധനം ഉപയോഗിച്ച് അന്ന് ഒരു നേരത്തെ ഭക്ഷണം വയ്ക്കുകയാണ്. ഒരു സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തൊരു സംതൃപ്തിയായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും. അതൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത പോയിന്റ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ലിവിങ്. ഇന്ന് അറിയാം നിങ്ങൾക്ക്
ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും ജീവിത ചെലവ് വളരെ കൂടുതലാണ് അല്ലെ. പച്ചക്കറികൾക്കും പലചരക്കിനും മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും വില നാൾക്ക് നാൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ചെലവ് നമുക്ക് അത്രയും കുറവല്ലേ നമുക്ക് പുറമേ നിന്ന് വാങ്ങേണ്ടി വരികയുള്ളൂ. അപ്പോൾ ജീവിത ചെലവ് കുറയ്ക്കുന്നു, നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്, അതായത് പണം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നു എന്ന്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, അതായത് പരിസ്ഥിതി സംരക്ഷണം. എങ്ങനെയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക? ചെടികള് ശുദ്ധവായു ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. ആ ഫോട്ടോസിന്തസിസില് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്തിട്ട് ചെടികൾ ശുദ്ധവായു ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ചെടികൾ നമ്മൾ കൂടുതൽ വച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന് ചുറ്റും ചെടികൾ വച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല വായു നമുക്ക് കിട്ടും. റെഡ്യൂസസ് ദ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും കുറയുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് കൊണ്ടും ഓക്സിജൻ കുറയുന്നത് കൊണ്ടും എന്താണ് ബുദ്ധിമുട്ടുള്ളത്? നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരാം. ശ്വാസമുട്ട് പോലെയുള്ള ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല വായു കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രധാന പ്രശ്നം മാറി. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി മേന്മകൾ, ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ട് കൃഷിയിലേക്ക് തിരികെ പോകുന്നതിൽ. അപ്പോൾ ഇതിൽ കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നതാണ്. കൂടുതൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ എഴുതാം. ഇനി അപ്പോൾ നമ്മൾ ഈ പാഠത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും ഇതെല്ലാം തന്നെ കൃഷിക്ക് അനുകൂലമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോ ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മൾ കേരളീയർ മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് അഗ്രികൾച്ചറിലേക്ക്, കൃഷിയിലേക്ക് നമ്മൾ മാറണം. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കുറെയെങ്കിലും അവനവന്റെ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുകയാണ് എന്ന് വെക്കുക. അതുപോലെ തന്നെ ഒരു സ്കൂളിന് ആവശ്യമായ പച്ചക്കറികൾ, അതിന്റെ ഉച്ചഭക്ഷണ പരിപാടി, ഉച്ചയ്ക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, നിങ്ങളും ഞാനും ഒക്കെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്കൂളിന്റെ ഉച്ചഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ ആ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുകയാണ്. അങ്ങനെ നാട്ടിലെ എല്ലാ ദിക്കിലും വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാകുന്നു, ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയെങ്കിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. അധ്വാനിക്കുന്നത് കൊണ്ട് മാത്രമല്ല, വിഷം നമ്മുടെ അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ആരോഗ്യം താറുമാറാകുമല്ലോ അല്ലെ. അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കി അത് കഴിച്ചാലേ നമ്മുടെ ആരോഗ്യം നന്നായി ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത്, നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കും. അങ്ങനെയുള്ള ഒരു നാളെയാണ്, ഒരു ഫ്യൂച്ചറാണ്, ഭാവിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഒരാൾ മാത്രം പരിശ്രമിച്ചാൽ മതിയാകുമോ? ഓരോരുത്തരും ഇതിനു വേണ്ടി പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു അനുകൂലമായ കാലാവസ്ഥയും നദികളും അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ലഭ്യതയും എല്ലാം നമുക്കുണ്ട് അല്ലെ. നമുക്ക് മണ്ണിൽ പണിയെടുക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഇല്ലാത്തത്. കൃഷി തൊഴിലായി സ്വീകരിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വീടിനാവശ്യമായ ചില കൃഷിക്ക് കോസ്റ്റ് കൂടുതലാണ്, കൃഷിക്ക് ചെലവ് കൂടുതലാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞോളൂ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള തൊഴിലുകളിലേക്ക് മാറിപ്പോകുന്നത്. അങ്ങനെയെങ്കിൽ കൂടി മറ്റുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടി കൃഷി ഒപ്പം തന്നെ ചെയ്യാം എന്നാണ് പറയുന്നത്. വലിയ തോതിൽ അല്ലെങ്കിലും നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള കുറച്ചെങ്കിലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 3ാമത്തെ പാഠം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ പാഠം കൈകാര്യം ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.